ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഞ്ജലി ജിതേഷ്. ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പിൻ്റെ റിന്യൂവൽ ചെയ്യുന്നതിൻ്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യമേ തന്നെ ഒരു സോറി പറഞ്ഞോട്ടെ. വിദ്യാർത്ഥികളായ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ഇത്. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം. ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കുള്ള റിന്യൂവൽ അപ്ലൈ ചെയ്യാൻ സൈറ്റ് ഓപ്പൺ ആയ വിവരം നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. സ്കോളർഷിപ്പിന് റിന്യൂ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ 10. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും അനുബന്ധ രേഖകളും കോളേജിൽ സമർപ്പിക്കേണ്ട അവസാന തീയതി 17 ഏപ്രിൽ. കോളേജിൽ നിന്ന് വെരിഫിക്കേഷനും അപ്രൂവലും ഓൺലൈനായി പൂർത്തിയാക്കേണ്ട അവസാന തീയതി 6 ഏപ്രിൽ. പ്രിൻസിപ്പൽ അറ്റസ്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ടും മറ്റ് ഡോക്യുമെൻസും കൗൺസിലിൽ ലഭിക്കേണ്ട അവസാന തീയതി മെയ് 2. ഒന്നാം വർഷം ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് കിട്ടിയ 1000 വിദ്യാർത്ഥികൾ തുടർന്നുള്ള വർഷങ്ങളിൽ ചെയ്യേണ്ടതാണ് ഈ റിന്യൂവൽ. ഇത് തുടർച്ചയായി നൽകുന്ന സ്കോളർഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വർഷം വീഴ്ച വരുത്തി കഴിഞ്ഞാൽ തുടർന്ന് ലഭിക്കുന്നതല്ല. എന്തെങ്കിലും മെഡിക്കൽ റീസൺ മൂലം എക്സാം എഴുതാൻ സാധിക്കാതെ റിന്യൂ ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തത് കോളേജിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി റിന്യൂവൽ ചെയ്യാവുന്നതാണ്. 2021-22 അധ്യയന വർഷം ഫസ്റ്റ് ഇയർ സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികളാണ് ഫസ്റ്റ് റിന്യൂവൽ ചെയ്യേണ്ടത്. 2020-21 അധ്യയന വർഷം ഫസ്റ്റ് ഇയർ സ്കോളർഷിപ്പ് ലഭിച്ച കുട്ടികൾ 2021-22 ഫസ്റ്റ് റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സെക്കൻഡ് റിന്യൂവൽ ഈ വർഷം ചെയ്യാൻ സാധിക്കും. 2019-20 ഫസ്റ്റ് ഇയർ സ്കോളർഷിപ്പ് ലഭിച്ചു. തുടർന്ന് ഉള്ള 2 റിന്യൂവലും ചെയ്ത കുട്ടികൾക്ക് PG ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തേർഡ് റിന്യൂവൽ ചെയ്യാൻ സാധിക്കും. അതിൽ ഡിഗ്രി പഠനത്തിന് ശേഷം തുടർന്നും കേരളത്തിനകത്ത് ഏതെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ ഗവൺമെൻറ് അംഗീകൃത എയ്ഡഡ് കോഴ്സുകളിൽ PG പഠനം നടത്തുന്ന കുട്ടികൾക്ക് മാത്രമേ PG റിന്യൂവൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ റിന്യൂവൽ ഓരോ വർഷവും അനുവദിച്ചിട്ടുള്ള തുക ഫസ്റ്റ് റിന്യൂവൽ 18,000, സെക്കൻഡ് റിന്യൂവൽ 24,000, തേർഡ് റിന്യൂവൽ ഫസ്റ്റ് ഇയർ PG സ്റ്റുഡൻസ് 40,000, ഫോർത്ത് റിന്യൂവൽ 60,000 എന്നിങ്ങനെയാണ്. ഇതിൽ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 25% അധിക തുക ലഭിക്കുന്നതാണ്. ഇനി റിന്യൂവലിന് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്, അത് കോളേജിൽ സബ്മിറ്റ് ചെയ്യണം. രണ്ടാമത്തേതായിട്ട് മാർക്ക് ലിസ്റ്റ്. ഫസ്റ്റ് റിന്യൂവലിന് ഫസ്റ്റ് സെമസ്റ്റർ മാർക്ക് ലിസ്റ്റ്, സെക്കൻഡ് റിന്യൂവലിന് തേർഡ് സെമസ്റ്റർ മാർക്ക് ലിസ്റ്റ്, തേർഡ് റിന്യൂവലിന് അതായത് PG ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ UG ഫൈനൽ ഇയർ 5th and 6th സെമസ്റ്റർ മാർക്ക് ലിസ്റ്റ്, ഫോർത്ത് റിന്യൂവൽ ഫസ്റ്റ് സെമസ്റ്റർ മാർക്ക് ലിസ്റ്റ് ഓഫ് PG. മാർക്ക് ലിസ്റ്റ് ലഭിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ അതിലെ അവൈറ്റിംഗ് റിസൾട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാകും. തുടർന്ന് മാർക്ക് ലിസ്റ്റ് ലഭിക്കുമ്പോൾ പ്രിൻസിപ്പൽ അറ്റസ്റ്റ് ചെയ്ത കോപ്പി കൗൺസിലിലേക്ക് അയക്കേണ്ടതാണ്. ഇനി മൂന്നാമതായി വേണ്ട ഡോക്യുമെന്റ് ബാങ്ക് പാസ്ബുക്കിന്റെ ഫസ്റ്റ് പേജ് കോപ്പി. അതിൽ ക്ലിയറായി നിങ്ങളുടെ പേര്, അക്കൗണ്ട് നമ്പർ, ബാങ്ക് നെയിം, ബ്രാഞ്ച് അഡ്രസ്, IFSC കോഡ് എന്നിവയെല്ലാം ക്ലിയറായി കാണിച്ചിരിക്കണം. ഏതെങ്കിലും നാഷണൽ ബാങ്കിലുള്ള നിങ്ങളുടെ പേരുള്ള അക്കൗണ്ട് ആയിരിക്കണം. ജോയിൻ്റ് അക്കൗണ്ടോ പേരൻസിൻ്റെ പേരിലുള്ള അക്കൗണ്ടോ ആവാൻ പാടില്ല. ഇനി അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത. ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ മിനിമം B ഗ്രേഡും മറ്റു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള കുട്ടികളാണെങ്കിൽ മിനിമം C ഗ്രേഡും നേടിയിരിക്കണം. ഇനി അപ്ലൈ ചെയ്യേണ്ട വിധം എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് എന്ന പേജിൽ എടുത്തു കഴിഞ്ഞാൽ അപ്ലൈ സ്കോളർഷിപ്പ് റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ റിന്യൂവൽ ഓപ്ഷൻ കാണും. ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ സ്കോളർഷിപ്പ് അവാർഡ് ചെയ്ത ടൈമിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ ഏത് വർഷമാണ്, ഈ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേര് അവിടെ ലിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും രജിസ്ട്രേഷൻ IDയും എൻ്റർ ചെയ്ത് കൊടുക്കാം. രജിസ്ട്രേഷൻ ID മറന്നു പോയിട്ടുള്ള കുട്ടികളാണെങ്കിൽ കോളേജിൽ കോൺടാക്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ ഒരു ഈസി മെത്തേഡ് കാണിച്ചിട്ടുണ്ട്, അതൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് എൻ്റർ ചെയ്ത് രജിസ്ട്രേഷൻ ID കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് ലഭിക്കുന്ന പേജിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുന്നത്. അത് ഓൾറെഡി അവിടെ ഫിൽഡ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് പേജിലേക്ക് ഇനി ഫിഫ്ത്ത് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ അവിടെ കൂടുതലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളത്. അതിൽ ഇയർ ഓഫ് സ്റ്റഡി. ഫസ്റ്റ് റിന്യൂവൽ ചെയ്യുന്ന കുട്ടികൾ സെക്കൻഡ് ഇയർ, സെക്കൻഡ് റിന്യൂവൽ ചെയ്യുന്ന കുട്ടികൾ തേർഡ് ഇയർ, തേർഡ് റിന്യൂവൽ ചെയ്യുന്ന കുട്ടികൾ PG ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് 1, PG സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾ, ഫോർത്ത് റിന്യൂവൽ ചെയ്യുന്ന കുട്ടികൾ 2. ഇത്രയും എൻ്റർ ചെയ്ത് ഇതിലേതാണെന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തുടർന്ന് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകാൻ സാധിക്കും.
അടുത്ത പേജിൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ ഇയർ ഓഫ് എക്സാം, പ്രീവിയസ് ആനുവൽ ബോർഡ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഇയർ ഓഫ് എക്സാമിനേഷൻ 2021-22. ഇനി നിങ്ങളുടെ എക്സാമിനേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് റിസൾട്ട് ഡിക്ലയർഡും റിസൾട്ട് അവൈറ്റിങ്ങും കാണും. റിസൾട്ട് ഡിക്ലയർഡ് ആണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരും. അതല്ല നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ റിസൾട്ട് അവൈറ്റിംഗ് ഡീറ്റെയിൽസ് കൊടുത്ത് മുന്നോട്ട് പോകാം. മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് മുന്നോട്ട് പോകാം. അടുത്തതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് പുതിയതായിട്ട് വേണം എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് സേവ് ചെയ്യാം. നിങ്ങളത് ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് പിന്നീട് ലോഗിൻ ചെയ്ത് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇത് പാസ്വേഡ് അത്യാവശ്യമാണ്. രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡ് മറക്കാതെ സൂക്ഷിച്ച് വയ്ക്കുക. ഇനി അടുത്തത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് ആണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ സിഗ്നേച്ചർ ഉൾപ്പെടെ അവിടെ ആവശ്യപ്പെട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. എല്ലാ ഡോക്യുമെൻറ്റ്സും 100 KB താഴെ ആയിരിക്കണം. സിഗ്നേച്ചർ JPG ഫോർമാറ്റിലായിരിക്കണം. നെക്സ്റ്റ് ഇതെല്ലാം കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ലിങ്ക് ആക്റ്റീവായിട്ട് ലഭിക്കും. അവിടെ നിന്നും ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കാം. മറ്റനുബന്ധ രേഖകളുമായിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കോളേജിൽ സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ റിന്യൂവൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയുമായാൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി സോറി ഫോർ ദ ഡിലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.